ആപ്പിളിൻ്റെ മോസ്റ്റ് എക്സ്പെൻസീവ് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം, നിങ്ങൾ ഞെട്ടായിരിക്കത്തില്ല ഞാൻ പറയാം. ഓക്കെ, ടുഡേ വി ഹാവ് സംതിങ് ടു ടോക്ക് അബൌട്ട് ആപ്പിൾ. ഒന്നെന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സിഇഒ ഉണ്ടല്ലോ, നമ്മുടെ ടിം കുക്കാണ്. ആ ഒരു സിഇഒ സ്ഥാനത്ത് നിന്ന് മാറാൻ പോവുകയാണ്. രണ്ടെന്ന് പറയുന്നത് ഇത്തരം കാലം സാംസങ്, മോട്ടറോള, ഗൂഗിൾ പോലുള്ള കമ്പനികൾ ഫോൾഡ് ഫോൺ ഇറക്കുമ്പോൾ എന്തുകൊണ്ട് ആപ്പിൾ ഒരു ഫോൾഡ് ഫോൺ ഇറക്കുന്നില്ല എന്ന് പലരും ചോദിച്ചിരുന്നു. എന്നോടല്ല, പൊതുവേ ഒരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. സോ ഫൈനലി ആപ്പിളും ഒരു ഫോൾഡ് ഫോൺ ഇറക്കാൻ പോവുകയാണ്, അതും ഐഫോൺ അൾട്ര എന്നൊരു പേരിൽ. സോ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നമ്മുടെ സ്വന്തം ടിം കുക്ക് അണ്ണനെ പറ്റി പറയാം. ഓക്കെ, ആൾ 2011 മുതലാണ് ആപ്പിളിൻ്റെ സിഇഒ ആയത്. സോ 2011 മുതൽ 2026 വരെ ഏകദേശം 15 വർഷം ആപ്പിളിൻ്റെ സിഇഒ ആയിരുന്നു. ഇനി മുതൽ, ദാറ്റ് മീൻസ് സെപ്റ്റംബർ 1 മുതൽ ജോൺ ടെർണസ് ഒരാളായിരിക്കും ഇനി മുതൽ ആപ്പിളിൻ്റെ സിഇഒ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിം കുക്ക് ഇനി മുതൽ സെപ്റ്റംബർ 1 മുതൽ ആപ്പിളിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്തോട്ട് പോകും. സോ ആ ഒരു ബിഗ് ഡിഫറൻസ് വരാൻ പോവുകയാണ്. സോ ഇനി ആപ്പിളിൻ്റെ ഫ്യൂച്ചർ എന്തൊക്കെ തീരും, ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമോ, അത് ഇതുപോലെ തന്നെ പോകുമെന്ന് ആർക്കും അറിയില്ല. ലെറ്റ്സ് വാച്ച്. ഓക്കെ, ഇനിയാണ് നമ്മുടെ അടുത്ത മെയിൻ താരം ഐഫോൺ ഫോൾഡ് അല്ലെങ്കിൽ ഐഫോൺ അൾട്ര എന്നാണ് പേരിട്ടേക്കുന്ന ആപ്പിളിൻ്റെ മോസ്റ്റ് എക്സ്പെൻസീവ് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം, നിങ്ങൾ ഞെട്ടായിരിക്കത്തില്ല ഞാൻ പറയാം. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 820 ചിപ്സെറ്റ് ആയിരിക്കും, 2 നാനോമീറ്റർ ആണ്. സോ ബെറ്റർ പെർഫോമൻസ്, ബെറ്റർ ബാറ്ററി എഫിഷ്യൻസി ആയിരിക്കും. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം 12 GB റാം വരുന്നുണ്ട്. ആ ഒരു വേരിയൻറ്റ് കാണും. സോ ബെറ്റർ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും, ഗെയിമിംഗ്, അത് മൾട്ടി ടാസ്കിംഗ് പോലുള്ള പരിപാടികൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ടച്ച് ഐ ഡി ഉണ്ടല്ലോ, പഴയ ആ ഒരു ടച്ച് ഐ ഡി പരിപാടി തിരിച്ച് വരുന്നുണ്ട്. ഫേസ് ഐ ഡിക്ക് പകരം ടച്ച് ഐ ഡി ആയിരിക്കും. എന്ന് വെച്ചാൽ സൈഡ് മൗണ്ടഡ് നമ്മുടെ പവർ ബട്ടണിൽ തന്നെ ടച്ച് ഐ ഡി അവർ കൊടുക്കും എന്നാണ് റൂമേഴ്സ് പറയുന്നത്. പക്ഷേ ഫേസ് ഐ ഡി കാണില്ല, എനിക്ക് തോന്നുന്നു സ്പേസ് സേവ് ചെയ്യാനുള്ള പരിപാടിയാണ്. സോ ഇനി അടുത്തതാണ് നമ്മുടെ ബിൽഡ് ക്വാളിറ്റി. ടൈറ്റാനിയം ഫ്രെയിം ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ഹിഞ്ച് എന്നൊക്കെയാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. അൾട്രാ തിൻ ഡിസൈൻ ആയിരിക്കും. പിന്നെ പലരും ഫോൾഡ് ഫോൺ എടുക്കാൻ മടിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ, ക്രീസ്. മീൻസ് നമ്മുടെ ഫോൺ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും നടുക്ക് വരുന്നൊരു വരയില്ലേ, ആ ഒരു ക്രീസ്, അത് നിയർലി ഇൻവിസിബിൾ ആയിരിക്കും എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. സോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സെല്ലിംഗ് പോയിന്റ് തന്നെയാണ് ഐഫോൺ അൾട്രയ്ക്ക്. കാരണം പലരും അത് ഒരു മീൻസ് ഫോൾഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കറിയാം ആ ഒരു ക്രീസ് ചിലർക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആണ്. കാരണം നമ്മൾ സ്ക്രീൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഹമ്പ് ചാടുന്നൊരു ഫീലാണ് ആ ഒരു ഡിസ്പ്ലേ അവിടെ. സോ അത് നിയർലി ഇൻവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്തത് ഇതിൻ്റെ വില ഞാൻ പറയാം. 2 ലക്ഷം രൂപയാണ് റൂമേഴ്സ് വെച്ച് ഇതിൻ്റെ പ്രൈസ്. ലോഞ്ച് ആകുമ്പോൾ കറക്റ്റ് പ്രൈസ് അറിയാൻ പറ്റില്ല, ഏകദേശം 2 ലക്ഷം രൂപയാവും. സോ പ്രോ മാക്സിനെക്കാട്ടിലും വിലയാണ് ഈ ഒരു ഫോൾഡിന്, ഐഫോൺ അൾട്രയ്ക്ക്. സോ ഇതാരൊക്കെ മേടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും വില കൊടുത്തിട്ട് പോലും ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 48 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറാസ് ആണെന്ന് തോന്നുന്നു. അൾട്രാ വൈഡും നോർമൽ മെയിൻ ക്യാമറയും. ടെലിസ്കോപ്പിക് മറ്റേ പ്രോ മാക്സിലും പ്രോയിലും കണ്ടിരുന്ന ടെലിസ്കോപ്പിക് ലെൻസൊന്നുമില്ല, ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. സോ 2 ലക്ഷം രൂപ കൊടുക്കുന്നതിന് അതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സോ എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലക്ഷം രൂപ മുടക്കിയിട്ട് നിങ്ങൾ ഐഫോൺ അൾട്ര എടുക്കുമോ, അത് വേറെ ഏതെങ്കിലും ഫോണിലോട്ട് പോകുമോ? അല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐഫോൺ ഫാൻസ് മാത്രമേ ഈ ഒരു ഫോൾഡബിൾ ഫോൺ എടുക്കാൻ ചാൻസ് ഉള്ളൂ. എനിക്കറിയില്ല, ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഐഫോൺ ലോഞ്ച് ആയാൽ മാത്രമേ, ആ ഒരു ഫോൺ ലോഞ്ച് ആയാൽ മാത്രമേ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.